കാസർഗോഡ് ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിൽ അടിപ്പാതയിലൂടെ പോകുമ്പോൾ വലിയ വാഹനങ്ങളുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ബീമുകളിൽ ഉരസുന്നത് ആശങ്ക ഉയർത്തുകയാണ്. ചരക്ക് ലോറി പോലെയുള്ള വാഹനങ്ങൾ വളച്ചെടുക്കാൻ ഏറെ പ്രയാസപ്പെടുകയാണ്. വൻ നിർമ്മിതിയിൽ ഉൾപ്പെട്ട കോൺക്രീറ്റ് ബീമുകൾ താഴ്ന്നു കിടക്കുന്നതിൽ കരാർ കമ്പനിക്ക് എതിരെ പ്രതിഷേധം ശക്തമാവുന്നു. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിലെ അടിപ്പാതയുടെ കിഴക്ക് വശത്തായി ചരക്ക് ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും കടന്നുപോകുമ്പോൾ മുകൾ ഭാഗം കോൺക്രീറ്റ് ബീമുകളിൽ ഉരസുകയും വലിയ ശബ്ദങ്ങൾ ഉണ്ടാകുന്നതും പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുകയാണ്. ഇത് ഭാവിയിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് വിലയിരുത്തുന്നു. ഇത്ര വലിയ നിർമ്മിതിക്കിടയിൽ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന ചോദ്യമുയർത്തുകയാണ് നാട്ടുകാർ. പാലം താഴ്ന്നു പോകുന്നുവെന്ന ആശങ്കയുമുണ്ട്. ഒരു ഭാഗത്തായി താഴ്ന്നു കിടക്കുന്ന രണ്ട് ബീമുകളിൽ വാഹനങ്ങൾ ഉരസിയതിന്റെ അടയാളം കാണാം. കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ ഇതിന് മറുപടി പറയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കമ്പനിയുമായി ഇന്നലെ ബന്ധപ്പെട്ടുള്ള അവർ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പെശക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുണ്ടായത്. ആ പെശക് എങ്ങനെ പരിഹരിക്കുമെന്നതിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അത് പെശക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ മേൽപ്പാലത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പെശകിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവരുള്ളത്. സാധാരണ ഞങ്ങൾ പറയാറുന്ന പോലെ കാക്ക് മുറിവുണ്ടായാൽ ആ കാലങ്ങനെ മുറിച്ചു മാറ്റുന്ന നിലയിലേക്കാണുള്ളത്. ഈ മുകളിൽ മുട്ടുന്നതിന്റെ ഭാഗമായി ഈ റോഡ് താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈനേജ് ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോയതെന്നുള്ള ആശങ്ക നിലവിലുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടി കഴിയണം. വാഹനങ്ങളുടെ മുകൾ ഭാഗം ബീമുകളിൽ ഉരസുമ്പോൾ ലോറികളും ടൂറിസ്റ്റ് ബസ്സുകളും വളച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകുന്നു. ഇതിനു പുറമെ പ്രദേശത്തെ ഓവുചാൽ നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. മാവുങ്കാൽ മുതൽ സൗത്ത് ജംഗ്ഷൻ വരെയുള്ള 4 കിലോമീറ്റർ ദൂരത്തിലെ മഴവെള്ളം ഈ പ്രദേശത്ത് വന്ന് കെട്ടിനിൽക്കുന്ന വിധത്തിലാണ് ഓവുചാൽ നിർമ്മിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്.